നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ. ഓ എത്തിയോ പരാതിപ്പെട്ടി? എവിടെയായിരുന്നു? ഫോൺ വിളിച്ച എടുക്കില്ല, തിരിച്ചൊന്നും വിളിക്കുകയില്ല. ഇവിടെ നടന്നിരുന്നു അറിഞ്ഞില്ലല്ലോ. ഇതാണോ വലിയ സ്നേഹവും കെയർന്നൊക്കെ പറഞ്ഞത്? വന്നില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലേ ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. ഞാനേ പറഞ്ഞതൊക്കെ പിൻവലിക്കാനാ വന്നത്. ഇത്തരത്തിലൊരു വുമനൈസറെ ഇഷ്ടമാണെന്ന് പറഞ്ഞതേ ഞാൻ അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുക. ഇനി എനിക്കും ഋഷി സാറിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി മേലാൽ എന്നെ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. വുമനൈസറോ? ഞാനോ? കൊള്ളാലോ, എനിക്ക് എന്നെ കുറിച്ച് ഇത് പുതിയ അറിവാ. എത്ര തവണ വിളിച്ചു എന്നറിയോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിണങ്ങിയിരുന്നോളൂ. കൂടുതൽ വർത്താനൊന്നും വേണ്ട. ഓ, ആളെ മനസ്സിലാക്കാനേ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരുത്തിയെ വീട്ടിൽ കയറ്റുന്നു, പിടിച്ചടുത്തിരുത്തുന്നു. ഓ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ജിത എന്റെ അനിയത്തിയാണെന്ന്. അവൾ കുടുപ്പ് വാങ്ങി കൊടുത്തപ്പോഴേ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. എനിക്ക് നിങ്ങളുടെ തോളി പിടിച്ച് നടക്കേണ്ട അവസ്ഥയൊന്നുമില്ല. വലിയ പ്രസന്റേഷൻ തന്നാ ഞാനെന്താ അതിൽ മയങ്ങി വീഴുമെന്ന് വിചാരിച്ചോ? അതൊക്കെ അവള് അഞ്ജിത. അവൾക്ക് നിങ്ങളുടെ പണവും സ്വത്തും കാറും ഒക്കെ കണ്ടാലേ ചിലപ്പോ പ്രേമിക്കാൻ തോന്നും. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അഞ്ജിതയോടാണ് ഇഷ്ടമെങ്കിലേ അത് ആദ്യം അങ്ങ് പറഞ്ഞ പോരായിരുന്നോ? പിന്നെ ഞാൻ ഈ വഴിക്കേ വരില്ലായിരുന്നു. ഓ, ഗതികേടൊന്നും എനിക്കില്ല. ഓ, എന്തൊക്കെയായിരുന്നു ഡയലോഗടിയും വാചകടിയും. കാറിൽ നിന്നിറങ്ങിയ ആൾക്ക് ഒരു കൺട്രോളും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നോ? ഓ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഞാൻ വിളിച്ചൊന്നും അല്ല, അവരമ്മയും മോളും കൂടെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതാ. ഞാനന്ന് വല്ലാത്തൊരു മൂഡിലായിരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ പോയി. പിന്നെ നിന്നെ കുറിച്ച് ഇല്ല, ഞാനത് പറയുന്നില്ല. കഴിഞ്ഞ 2-3 ഡേയ്സ് എനിക്കൊരു ബോധമില്ലായിരുന്നു. പോവാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവരകത്ത് കയറി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അതല്ലാതെ ഞാൻ അവളോട് ഒറ്റയ്ക്കൊന്നും സംസാരിച്ചത് പോലുമില്ല. നോക്ക്, കണ്ണ് തുറന്ന് നോക്ക്. ഇതേ ഇവിടെ എനിക്ക് മാത്രം അയച്ചതൊന്നും അല്ല, ഇന്റർനെറ്റില് പോസ്റ്റ് ചെയ്തിരിക്കുന്നെ. ഇത് കാണാത്തവരായിട്ട് ആരും കാണില്ല. ഓ, സംസാരിച്ചില്ല പോലും. ഇത് പിന്നെന്താ, ചേർന്നിരിക്കുന്നു, കൊഞ്ചിക്കൊഴയുന്നു. എന്തൊക്കെ കോപ്രായങ്ങളാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുടിച്ചിരുന്നു. അതിന്റെ കൂടെ മെന്റലി ഡിസ്റ്റർബ്ഡ്. പിന്നെ നിന്റെ അനിയത്തിയാണെന്നല്ലേ പറഞ്ഞിരുന്നത്? കൂടെ നിന്റെ അല്ല അഞ്ജിതയുടെ അമ്മയുണ്ടായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.